ജമ്മു കാശ്മീരിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർക്ക് നേരെ തലങ്ങും വിലങ്ങും വെടിയുതിർത്ത് ഭീകരർ കൊലപ്പെടുത്തിയത് 9 തീർത്ഥാടകരെയാണ്. ശിവഗോറി ക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിന് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. ഈ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞിട്ടും ഭീകരർ അവരുടെ ഭീകരാക്രമണം നിർത്തിയില്ല. അവിടെയും അതിക്രൂരമായ രീതിയിലുള്ള ആക്രമണം നടത്തി. ഇതിൽ 9 പേർ അതിദാരുണമായി മരിച്ചിരിക്കുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ 33 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഒരുപക്ഷെ മരണസംഖ്യ ഉയർന്നേക്കാം. ഏതായാലും അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറ്റവാളികൾ ഇല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരായാലും ശക്തമായ തിരിച്ചടി നൽകും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് കേന്ദ്രത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. കോൺഗ്രസ് പറയുന്നത് ഭീകരവാദം എവിടെയായാലും അത് മനുഷ്യരാശിയെ ഇല്ലാതാക്കുന്ന ഒന്നാണ്, അതിന് രാജ്യം ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞത് അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ആക്രമണമുണ്ടായാൽ അതിർത്തി കടന്ന് തിരിച്ചടിക്കാൻ യാതൊരു മടിയും ഞങ്ങൾക്കില്ല എന്നാണ്. ഇസ്രായേലിനെ ഇന്ത്യ പിന്തുണച്ചതും ഹമാസ് ഭീകരർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ അതിർത്തി കടന്ന് അടിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള ആ ന്യായം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഏതായാലും അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.